പിന്നാലെ തൃശൂരിൽ കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണ് മെമ്പർമാരുടെ കൂട്ടരാജി. രാജിക്ക് കാരണം DCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളുടെ നിരുത്തരവാദപരമായ പ്രവർത്തനമെന്ന ഒരു വിഭാഗം കോൺഗ്രസുകാർ പറയുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിലും UDF-നുള്ളിലും ഉണ്ടായിരിക്കുന്ന ഈ പൊട്ടിത്തെറി പാർട്ടി നേതൃത്വത്തെ ആകെ കുഴയ്ക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ സാനു കെ സജീവ് തൃശൂരിൽ നിന്നും ചേരുന്നുണ്ട്. സാനു, കൂട്ടരാജി ഒരു വല്ലാത്ത തലവേദനയിലാണ് കോൺഗ്രസ് നേതൃത്വം. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു നേരിയ മുൻകൈ ഈ കോൺഗ്രസിന് ലഭിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ അതിന് തൊട്ട് പിന്നാലെ വീണ്ടും പ്രതിഷേധവും പൊട്ടിത്തെറിയും ഈ കൂട്ടപ്പോരും ഒക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാകുകയാണ്. എങ്ങനെയാകും വരും ദിവസങ്ങളിൽ ഈ പോര് കനക്കുക? സാനു. അശ്വതി, എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട നിലയിലുള്ള മുന്നേറ്റമൊക്കെ കോൺഗ്രസിന് തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കോൺഗ്രസിന് നേതൃത്വത്തിനും ഒപ്പം തന്നെ KPCC നേതൃത്വത്തിനും അടക്കം വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് തൃശ്ശൂരിലെ ഉൾപാർട്ടി പോര്. അതായത് കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മറ്റത്തൂർ പഞ്ചായത്തിലും ഒപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലും അടക്കം നടന്നിട്ടുള്ളത്. കൊച്ചി കോർപ്പറേഷൻ നടന്നതിന് സമാനമായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തൃശ്ശൂരിലും ഉണ്ടായി. പക്ഷേ തൃശ്ശൂരിലുണ്ടായ ആരോപണം അല്പം കൂടി കടുത്തതായിരുന്നു. അതായത് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കോഴ വാങ്ങിക്കൊണ്ടാണ് തൃശ്ശൂരിൽ നിജി ജസ്റ്റിനെ മേയറാക്കിയതെന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകയും അതേപോലെ തന്നെ വളരെ ദീർഘകാലമൊക്കെ കോൺഗ്രസിന്റെ കൗൺസിലറായി തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉണ്ടായിരുന്ന ലാലി ജെയിംസിന്റെ ആരോപണം. എന്തായാലും ആ ആരോപണം വന്ന മണിക്കൂറുകൾ തികയും മുമ്പേ ലാലി ജെയിംസിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതികാര നടപടി അല്ലെ തിരിച്ചുള്ള ഒരു മറുപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും അതുണ്ടായതിന് തൊട്ട് പിന്നാലെ ഇന്നലെ രാവിലെ ലാലി ജെയിംസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞത് തൻ്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് വെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് തന്നെയാണ് ലാലി ജെയിംസ് നേതൃത്വത്തിനെതിരെ തിരിച്ചടിച്ചത്. എന്തായാലും ആ ലാലി ജെയിംസിന്റെ ആരോപണങ്ങൾ കെട്ടടങ്ങും മുമ്പ് ലാലി ജെയിംസ് ചെയ്ത ശരങ്ങൾ നേതൃത്വത്തിന്റെ നെഞ്ചിൽ തറച്ചിരിക്കുമ്പോഴാണ് അതിൽ കടുത്ത പ്രവർത്തനം കടുത്ത നടപടി കോൺഗ്രസിന്റെ 8 മെമ്പർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 1-2 മെമ്പർമാരൊക്കെ രാജിവെക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പലയിടത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ തൃശ്ശൂരിൽ അങ്ങനെയല്ല സംഭവിച്ചത്, മറ്റത്തൂരിൽ അങ്ങനെയല്ല സംഭവിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ സകല മെമ്പർമാരും ഒരേ സമയം DCC നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിക്കൊണ്ട് അവിടെ നിന്ന് രാജിവെക്കുകയായിരുന്നു. എന്തായാലും എന്തുകൊണ്ട് രാജിവെച്ചു, ആ രാജി എങ്ങനെ ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളിലൊന്നും നേതൃത്വത്തിന് ഇതുവരെ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാരണം. അതേപോലെ തന്നെ 8 മെമ്പർമാർ രാജിവെച്ച് ഒഴിഞ്ഞതിന് ശേഷം അവരെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഒരു ലെറ്ററൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം മെല്ലെ നടന്നു നീങ്ങുമ്പോൾ കോൺഗ്രസിലും ഒപ്പം തന്നെ മുന്നണിക്കുള്ളിലും ഉണ്ടായിരിക്കുന്ന അസ്വാരസ്യങ്ങൾ, കല്ലുകടികൾ, തമ്മിലടികൾ കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ കുഴയ്ക്കുകയാണ്. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണം, എങ്ങനെ ഇതിനെ മറികടക്കണമെന്നുള്ള കാര്യത്തിൽ പോലും കൃത്യമായിട്ടൊരു മറുപടിയോ വ്യക്തതയോ നൽകാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. കോൺഗ്രസിനുള്ളിൽ പരസ്പരം പോരുമൂക്കുമ്പോൾ മുന്നണിക്കുള്ളിലും തൃശ്ശൂരിൽ പ്രശ്നങ്ങൾ കടുക്കുകയാണ്. കാരണം ഗുരുവായൂർ സീറ്റിനെ ചൊല്ലിക്കൊണ്ടുള്ള തർക്കം അത് KPCC നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഗുരുവായൂർ സീറ്റ് വിട്ടു നൽകില്ലെന്ന് മുസ്ലിം ലീഗും ഒപ്പം തന്നെ ഗുരുവായൂർ സീറ്റിൽ മുരളീധരനെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വവും ഒരേപോലെ കടുംപിടുത്തം പിടിക്കുകയാണ്. 2 പാർട്ടികളും, ഒരു മുന്നണിയിലെ 2 പാർട്ടികളും ഒരേ സമയം ഗുരുവായൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അശ്വതി. ശരി സാനു, വളരെ വ്യക്തമാണ്. ഈ കോൺഗ്രസിന് വല്ലാത്തൊരു തലവേദനയാണ് തൃശ്ശൂർ. എന്തായാലും കോഴ വിവാദത്തിന് പിന്നാലെയാണ് ഈ തൃശ്ശൂരിൽ കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കിക്കൊണ്ട് ഈ മെമ്പർമാരുടെ കൂട്ടരാജി. സാനുവാണ് പ്രേക്ഷകർക്കായി വിവരങ്ങൾ പങ്കുവച്ചത്.